അതുപോലെ നിങ്ങളുടെ മക്കൾ ഇന്ന് ഡാൻസ് കളിക്കുമ്പോഴോ തിരിയുമ്പോഴോ എന്തെങ്കിലും തെറ്റ് വരുത്തിയാൽ വീട്ടിൽ വന്നിട്ട് നീ എന്തിയാ പൂടുകാഞ്ഞേ എന്നൊന്നും ചോദിക്കരുത്. അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മാത്രം നിങ്ങൾ ശ്രമിക്കുക എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം എനിക്ക് ഓർമ്മ വരുന്ന എൻ്റെ കുട്ടിക്കാലമാണ്. ഞാൻ ആദ്യമായിട്ട് വേദിയിൽ കയറിയത് പുഞ്ചിരി മത്സരത്തിനാണ്. അന്ന് ഫ്രണ്ടിൽ 2 പല്ലില്ലാത്തതുകൊണ്ട് എൻ്റെ ചിരി കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞാൻ പുഞ്ചിരിക്കാനുണ്ടായ മെയിൻ കാരണം ഒരു കന്യാസ്ത്രീയാണ്. ഞാൻ UKG പഠിക്കുമ്പോഴാണ്, 3-4 വയസ്സുള്ളൂ. പുഞ്ചിരി മത്സരത്തിന് സ്റ്റേജിൽ കയറ്റി നിർത്തുമ്പോൾ വരിയായിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ട്. റെഡി 1 2 3 പുഞ്ചിരിച്ചെന്ന് പറയുമ്പോൾ അവരവരുടെ ക്ലാസ്സിൽ അധ്യാപകർ ചിരിക്കി എന്ന് പറയുമ്പോൾ എൻ്റെ അധ്യാപികയായിട്ടുള്ള കന്യാസ്ത്രീ എന്നെ നോക്കി പറഞ്ഞത് എൻ്റെ മോൻ പുഞ്ചിരിച്ചേന്നായിരുന്നു. ആ വാക്കിൽ വിടർന്ന് അവരെ നോക്കി ഞാൻ ചിരിച്ചു. എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഇതെല്ലാം അതിന് കൈഡി വേണ്ടോ, പുഴുപ്പലുള്ള ചിരിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് അടുത്തടുത്തുള്ള സ്കൂളുകൾ തമ്മിലുള്ള മത്സരത്തിനും ഇതേ പുഞ്ചിരി മത്സരത്തിന് എൻ്റെ സ്കൂളിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ഞാൻ പോയി. ചെറിയ പിള്ളേർക്ക് അതൊക്കെയല്ലേ ഉള്ളൂ. അന്ന് അൺഫോർച്ചുനേറ്റ്ലി ഈ കന്യാസ്ത്രീ ഉണ്ടായിരുന്നില്ല. ബാക്കി വിദ്യാർത്ഥികളെയും എന്നെയും ഉൾപ്പെടെ കൊണ്ടുപോയത് മറ്റൊരു അധ്യാപികയായിരുന്നു. അന്ന് പുഞ്ചിരി മത്സരത്തിന് ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ തിരഞ്ഞത് മുഴുവൻ ആ സിസ്റ്ററെ ആയിരുന്നു. ഏതെങ്കിലും കോണിൽ നിന്നുകൊണ്ട് എൻ്റെ മോനൊന്ന് പുഞ്ചിരിച്ചേ എന്ന് പറയുന്ന ആ സിസ്റ്ററെ ഞാൻ കണ്ടില്ല. ഞാൻ ചിരിച്ചില്ല, ചുണ്ട് വിടർത്തിയ പോലുമില്ല, പല്ല് കാണിച്ചത് പോലുമില്ല. മത്സരിക്കാതെ തന്നെ മത്സരിച്ച് ഞാൻ ഇറങ്ങിപ്പോന്നു. എന്നോട് ടീച്ചേഴ്സ് ചോദിച്ചു എന്ത് ചിരിക്കാതിരുന്നത്. ഞാൻ പറഞ്ഞു സിസ്റ്ററെ കണ്ടില്ല. എനിക്ക് ഇവിടെയുള്ള എല്ലാ മാതാപിതാക്കളോടും അധ്യാപകരോടും പറയാനുള്ളത്, വി നീഡ് ടു പ്രൊട്ടക്ട് അവർ ചിൽഡ്രൻസ് സ്മൈൽ. അവര് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിൽ ഈ കൂടിയിരിക്കുന്ന മാതാപിതാക്കളോടാണ് പറയാനുള്ളത്, അവര് നോക്കുന്നത് നിങ്ങൾ ചിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്.